ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡീലിംഗ് റൗട്ടർ എങ്ങനെ കോൺഫിഗർ ചെയ്യുക, ഇൻ്റർനെറ്റും അതേപോലെ വൈഫൈ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിവൈസ് ഇതാണ്, DIR-803. ഈ റൗട്ടറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർനെറ്റ് പോർട്ട് ബാക്കിയുള്ള ലാൻ പോർട്ടാണ്. അപ്പം നമ്മൾ വീട്ടിലോ അതോ റൂമിലോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഓഫീസിലാണെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നാൽ, അതോ നാട്ടിലാണെങ്കിൽ BSNL, നമ്മളിപ്പോൾ പുറത്താണെങ്കിൽ PTSലാത്ത, അങ്ങനെ പല കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ BSNL ആണെങ്കിൽ അവരുടെ ഡിവൈസിൽ നിന്ന് ഒരു ഇൻ്റർനെറ്റ് ലൈന് വരും, നെറ്റ്വർക്ക് ലാൻഡ് ലൈന് വരും. അത് നമ്മൾ ഈ ലാൻഡ് ലൈനിലേക്ക്, ഈ മഞ്ഞ കാണുന്ന ഈ ലാൻഡ് ലൈനിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് വാൻ പോർട്ട്, ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ഇതിനെ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ലാൻ കണക്ട് ചെയ്തിട്ട് ചെയ്യാം, അതേപോലെ നേരെ മറിച്ച് വൈഫൈ കണക്ഷൻ ത്രൂ ചെയ്യാം. മീൻസ് വൈഫൈ എന്ന് പറഞ്ഞാൽ ഇതിൽ ഡെഫോൾട്ടായിട്ട് ഒരു വൈഫൈ റേഞ്ച് വരും. ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ. ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് ഡിവൈസ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യും. കണക്റ്റിംഗ് ആണ്, സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് ആയി. ഇതിൽ ഇൻ്റർനെറ്റ് ഇല്ല, നോ ഇൻ്റർനെറ്റ്, കാരണം നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഇനി നമ്മൾക്കിത് ബ്രൗസർ വഴി കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം എക്സ്പ്ലോറർ ഏതായാലും ഓക്കെ. ഇതിൻ്റെ ഡീഫോൾട്ട് IP ആ ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ IP 192.168.0.1 ആണ്. ഓക്കെ, ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിവൈസിൻ്റെ മെനു ഓപ്പൺ ആയി വരും. ഇതാണ് നമ്മളെ ഈ കാണിക്കുന്ന ഡിവൈസിൻ്റെ മെനുവിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെനു. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് ഇൻ്റർനെറ്റ് പറഞ്ഞില്ല, ഇൻ്റർനെറ്റ് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് TCP/IP സെറ്റിങ്സ് ഉണ്ട്, അതിൽ പോയി വാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കോൺഫിഗർ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും. ഇതിൽ PPI ആണ് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ, ഇതിൽ PPI ടൈപ്പ് ചെയ്തിട്ട് താഴെ നമ്മൾക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും അവർ തന്നിട്ടുണ്ടാവും, അതടിച്ച് അപ്ലൈ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റർനെറ്റ് കോൺഫിഗറേഷൻ ഇവിടെ റെഡിയായി. അഥവാ നമുക്ക് ഇൻ്റർനെറ്റ് അല്ല, ഇതൊരു ആക്സസ് പോയിന്റോ അതോ ഇതായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് DSCPയോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് IP അങ്ങനെ പലതും യൂസ് ചെയ്യാം. നമ്മൾ ഇൻ്റർനെറ്റ് ആണ് ഇതിലിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഇത് ഇൻ്റർനെറ്റ് പോർട്ട് വാന് നമ്മൾക്ക് PPI ആണ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് നമ്മളെ ലാൻ കണക്ഷൻ ഇൻ്റർഫേസ് ആണ്. ഈ ലാൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതിന് ലോഗിൻ ചെയ്തല്ലോ 0.1, അതാണ് ലാൻ കണക്ഷൻ. ഇത് നമ്മൾക്ക് പല റേഞ്ചിലും ഇടാം. ഇത് 1.1 ആക്കാം, 2. 3. നിങ്ങൾ ഇഷ്ടമുള്ള പല റേഞ്ചിലും വെക്കാം. ഓക്കെ, എന്നിട്ട് ഡിഫോൾട്ട് ഗേറ്റ്വേ നമ്മൾ ഇതിൻ്റെ റൗട്ടർ ആണെങ്കിൽ ഇതിൽ ഡിഫോൾട്ട് ഗേറ്റ്വേ ചെയ്യുക. 0.1 അങ്ങനെ ഡിഫോൾട്ട് ഗേറ്റ്വേ നമുക്ക് ചെയ്യാം ഇതിൽ വരുന്നുള്ളത്. അതേപോലെ DSCP ആണ്. DSCP എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ IP നമ്മളെ മൊബൈലിലോട്ടോ കമ്പ്യൂട്ടറിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DSCP കൊടുക്കുന്നുള്ളത്. ഇവിടെ DSCP റേഞ്ച് ഇപ്പോൾ 0.1 ആണെങ്കിൽ ഇവിടെ 0.2 മുതൽ 200 254 വരെ നമ്മൾക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുത്താൽ ഇത് സേവ് ആയി വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾക്ക് വയർലെസ്, നമ്മളെ മൊബൈലിലോ ലാപ്പിലോ ഇൻ്റർനെറ്റ് വൈഫൈ കണക്ട് ചെയ്യാൻ വരുന്ന റേഞ്ചാണ്. വയർലെസ് ക്ലിക്ക് ചെയ്തിട്ട്
അതിൽ ബാൻ മോഡ് ഉണ്ട്. അതിൽ ബാൻ മോഡിൽ 5 GHz ഉണ്ട്, 2. നമ്മൾ നോർമൽ ഹൈ സ്പീഡ് നെറ്റ് ഒന്നുമല്ല, അതുകൊണ്ട് നോർമൽ നെറ്റാണ്. അത് 2.4 GHz നമ്മളാണ് നോർമൽ ചെയ്യാറ്. അതിൽ ബേസിക് സെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് വൈഫൈ കോൺഫിഗർ ചെയ്യുന്ന ഓപ്ഷനാണ്. ഡിസേബിൾ ചെയ്താൽ ഈ ഓപ്ഷൻ ഡിസേബിൾ ആവും. ഇപ്പോൾ എനേബിൾ ആണ്, അൺടിക്കാണ്. എന്നിട്ട് ഇവിടെ SSID എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലാപ്പിലോ അതല്ലെങ്കിൽ മൊബൈലിലോ ഇവിടെ കാണിക്കുന്ന റേഞ്ചാണ്. ഇത് നമ്മൾക്ക് പല ഇഷ്ടമുള്ള പേരും കൊടുക്കാം, നാടിൻ്റെ പേരോ നമ്മളെ പേരോ എന്താണെങ്കിലും കൊടുക്കാം. എന്നിട്ട് ചാനൽ ഡിഫോൾട്ട് ഓട്ടോ തന്നെ ആയിക്കോട്ടെ. SSID എനേബിൾ ആക്കുക. ഇത് എനേബിൾ ചെയ്യുന്ന ഇതാണ്. എന്നിട്ട് അപ്ലൈ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും സേവ് ആയി വരും. നെക്സ്റ്റ് അതിൻ്റെ വൈഫൈ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കുമല്ലോ, നമ്മളെ മൊബൈലിലാണെങ്കിലും ലാപ്പിലാണ്. അത് ഇവിടെയാണ് ചെയ്യുന്നത്. ഇതിൽ എൻക്രിപ്ഷൻ ഡിസേബിൾ ഉള്ളത് VPA2 ആണെങ്കിൽ 2 ചെയ്യുക, VEP ആണെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് TKIPയും ചെയ്യുക, AESയും ചെയ്യുക. ഇതിൽ ഡിഫോൾട്ടായി വരുന്നതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാറ്. ഓക്കെ. എന്നിട്ട് നമുക്ക് പ്രീഷെയർഡ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് കാണിച്ചാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ചേഞ്ചസ് ചെയ്താൽ ഈ ഓപ്ഷൻ സേവ് ആയി വരും. ഇതാണ് ഒരു നോർമൽ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ റൂമിലായാലും ഓഫീസിലായാലും ചെയ്യുന്ന കോൺഫിഗറേഷനാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you, my channel. Bye. Okay, see you tomorrow.